എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സാനിറ്ററി കെമിസ്റ്റ് എന്ന എക്സാമിന്റെ സിലബസിൽ വരുന്ന കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻസിൽ വരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നാണ്. അപ്പൊ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് irrespective of their nature relative to the total number of particles present in the solution. ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ സൊല്യൂട്ടോ സൊല്യൂഷനോ ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിന്റെ നേച്ചർ എന്തും ആയിക്കോട്ടെ, എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 തരത്തിലാണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. സൊല്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ സൊല്യൂട്ടും സോൾവെന്റ് എന്നിങ്ങനെ 2 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ബൾക്കായിട്ടുള്ളത് കൂടുതലുള്ളതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്, കുറവുള്ളതിനെ സൊല്യൂട്ട് എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മളൊരു പ്യുവർ സോൾവെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു സോൾവെന്റ് ആണെങ്കിലും അതിന്റെ തന്നെ വേപ്പേഴ്സ് അതിന്റെ സർഫസിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു സോൾവെന്റ് നമ്മൾ എടുത്താലും, പ്യുവർ സോൾവെന്റ് എടുത്താലും, ആ സോൾവെന്റിന്റെ വേപ്പർ പാർട്ടിക്കിൾസ് അതിന്റെ സർഫസിൽ ഉണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾസ് അതിലൊരു പ്രഷർ ചെലുത്തും. അതിനെയാണ് അതിന്റെ വേപ്പർ പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചില സോൾവെന്റ്സ് ഹൈലി വോളറ്റൈൽ ആയിരിക്കും. വോളറ്റൈൽ മീൻസ് അതിന്റെ വേപ്പറുകളുടെ എണ്ണം സർഫസിൽ കൂടുതലായിരിക്കും. അപ്പൊ അതിനെന്തായിരിക്കും, വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ വേപ്പർ സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, ഇവിടെ ഓറഞ്ച് നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സൊല്യൂട്ട്, ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് സോൾവെന്റ്. നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണ്. അതിന്റെ അർത്ഥം എന്താ? ആ സൊല്യൂട്ടിന്റെ വേപ്പർ പാർട്ടിക്കിൾസ് സർഫസിൽ ഉണ്ടാകില്ല. അപ്പൊ ഈ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ടാവും, ഈ ഒരു ലിക്വിഡിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രതലത്തില് അതിന്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ വേപ്പേഴ്സ് കാണുന്നില്ല. അപ്പൊ പ്യുവർ സോൾവെന്റിനേക്കാളും വേപ്പറിന്റെ എണ്ണം ഇവിടെ കുറഞ്ഞു. കാരണം എന്താ? സൊല്യൂട്ടിന്റെ വേപ്പേഴ്സ് ഇല്ല, എന്നിരുന്നാലും സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസ് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ എണ്ണം നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? കുറഞ്ഞു അല്ലെ? വേപ്പേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറയും? വേപ്പർ പ്രഷർ കുറഞ്ഞു എന്ന് പറയും. അതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ ഒരു സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതിനാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ്, റിലേറ്റീവ് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്, സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് അല്ലെ? വേപ്പേഴ്സ് ആരുടെയാണ്? സോൾവെന്റിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് വേപ്പർ പ്രഷർ. അപ്പൊ ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇനി നോക്കൂ, നമ്മൾ ബോയിലിംഗ് പോയിന്റ് നോക്കാം. എന്താണ് ബോയിലിംഗ് പോയിന്റ്? അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ നമ്മൾ പറയാം? വെൻ ദ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം, ഇവിടത്തെ വേപ്പേഴ്സിന്റെ എണ്ണത്തിനേക്കാൾ കുറവാണ് ഇവിടെ. അപ്പൊ സൊല്യൂഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേപ്പേഴ്സിന്റെ എണ്ണം കുറയുന്നു, വേപ്പേഴ്സിന്റെ എണ്ണം കുറയുന്നു, വേപ്പർ പ്രഷർ കുറയുന്നു. അപ്പൊ നമ്മൾ കുറെ നേരം തിളപ്പിച്ചാൽ മാത്രമേ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാകുന്നുള്ളൂ. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കൂടും. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. കണ്ടോ, അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതേപോലെ ഫ്രീസിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും? ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ പ്യുവർ സോൾവെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ആ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. ഓക്കെ,
അപ്പൊ ഇതാണ് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഒരു വേപ്പർ പ്രഷർ, എന്താണ് ഈ റിലേറ്റീവ് ലോവറിംഗ്, ബോയിലിംഗ് പോയിന്റ് എലവേഷൻ, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ കാണാതെ പഠിക്കുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കുക, 4 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഫസ്റ്റ് വൺ നോക്കാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്. റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷന് തുല്യമായിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. റിലേറ്റീവ് ലോവറിംഗ് ഈസ് ഈക്വൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനും റിലേറ്റീവ് ലോവറിംഗും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പ്യുവർ സോൾവെന്റിന്റെ പ്രഷർ അതാണ് ഈ P10. ഈ 1 എന്ന് പറയുന്നത് സോൾവെന്റിനെ ഡിനോട്ട് ചെയ്യുന്നതും 2 എന്ന് പറയുന്നത് സൊല്യൂട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ 0 ഇട്ട് പറയുന്നതൊക്കെ പ്യുവർ കേസിലുള്ളതാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. അതായത് സോൾവെന്റ് മാത്രമുള്ളപ്പോഴുള്ള പ്രഷർ, അതാണ് P10. ഓക്കെ, അപ്പോൾ P10 ഈസ് ദ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. P1 എന്നുള്ളത് പ്രഷർ ഓഫ് ദ സോൾവെന്റ് ഇൻ സൊല്യൂഷൻ. സൊല്യൂട്ടും സോൾവെന്റും ഉള്ളപ്പോഴുള്ള സോൾവെന്റിന്റെ പ്രഷർ. ഓക്കെ, അപ്പൊ ഡെൽറ്റ P1 എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ്, ആ ചേഞ്ച്. അപ്പൊ P10 മൈനസ് P1 ആണ് ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P10. അപ്പൊ ചേഞ്ച് ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. റിലേറ്റീവ് ലോവറിംഗിന്റെ ഇക്വേഷൻ P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10. അതെന്തിനോട് തുല്യമാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് X2. അപ്പൊ നമ്മൾ മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ നോക്കാം. എന്താണ് മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതാണ് N2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് കൂട്ടിയത്. അപ്പൊ N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കാൻ നമ്മൾ പ്രോബ്ലം സെക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് പഠിക്കാം. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? മോൾ ഫ്രാക്ഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ, മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിന്റെ N2 ബൈ N1 പ്ലസ് N2. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ മോളാർ മാസിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും നമ്മൾ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്നുള്ള ഒരു ഇക്വേഷനിലേക്കാണ് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ എയിം. അപ്പൊ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ M2 മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് അതിലേക്ക് എത്തിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ N2 എന്ന് പറയുന്നത്, N2 ആരാണ്? സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ അല്ല, അപ്പൊ സോൾവെന്റ് ഒരുപാട് അധികമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് N2 നെഗ്ലക്ട് ചെയ്യാം. കാരണം N2 വളരെ ചെറിയൊരു സംഖ്യയാണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആകുമ്പോൾ സൊല്യൂട്ട് കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് എഴുതാം? N2 ബൈ N1 എഴുതാം. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഈസ് ഈക്വൽ ടു എന്താണ്? W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. കണ്ടോ, M2 കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് റിലേറ്റീവ് ലോവറിംഗിൽ നിന്ന് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പൊ പ്രോബ്ലംസ് നമുക്ക് നമ്പർ ഓഫ് മോൾസോ അല്ലെങ്കിൽ വെയിറ്റോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പ്യുവർ സോൾവെന്റിന്റെ പ്രഷറോ ഏത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓരോ ടേമും ഓർത്ത് വെക്കുക. P10 എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ പ്രഷർ. P1 എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദ സോൾവെന്റ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. W2 എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന വെയിറ്റ് കേട്ടോ, വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ടേക്കൺ. M1 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ്. അപ്പൊ 1 എപ്പോഴും സോൾവെന്റ്, 2 എപ്പോഴും സൊല്യൂട്ട് എന്ന് ഓർക്കാം കേട്ടോ. W1 വെയിറ്റ് ഓഫ് ദ സോൾവെന്റ്, M2 മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഓരോ ടേമും ഇക്വേഷനും കാണാതെ പഠിക്കാം.
രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. ഫ്രീസിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക, അപ്പൊ അതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ടി എഫ് എന്നാണ്. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ടി എഫ് സീറോ മൈനസ് ടി എഫ്, അതായത് പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് മൈനസ് സൊല്യൂഷനിന്റെ ഫ്രീസിംഗ് പോയിന്റ്. ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ച് കിട്ടും, ആ ഡിപ്രഷൻ കിട്ടും. ഓക്കെ, ഈ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൊളാലിറ്റി, അപ്പൊ മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി, ഇതൊക്കെ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ബേസ് ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ ആയിട്ട് നമ്മളിത് ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം, കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. ഇവിടുത്തെ കെ എഫ് എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അഥവാ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അതാണ് കെ എഫ്. കെ എഫ് നേച്ചർ ഓഫ് സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മൊളാലിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 into 1000 by M2 into W1. W2, M2, W1 ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ. 1 എന്നുള്ളത് സോൾവെന്റിനെ സൂചിപ്പിക്കുന്നു. W വെയിറ്റ് ആണ്, M എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? M2 കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ടോ, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്, അതായത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ഒരു ഇക്വേഷൻ ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. മൂന്നാമത്തെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയാണെന്ന് പറഞ്ഞു, ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ അതാണ് എലിവേഷൻ. അതും ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം, സിമിലർ ആണ്. ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ബി ആണ്. അപ്പൊ ഇവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ടി ബി സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ഡെൽറ്റ ടി ബി എങ്ങനെയാണ്? ടി ബി മൈനസ് ടി ബി സീറോ എന്നാണ് വരിക. ഇത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കേട്ടോ. അപ്പൊ ഈ ചേഞ്ച് കിട്ടും നമുക്ക്. ഇതും എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെയും ഒരു കോൺസ്റ്റന്റ് വരുന്നുണ്ട്, കെ ബി. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്, അഥവാ മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ, കെ ബി. കെ ബിയും കെ എഫും എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും നേരത്തെ പോലത്തെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ടി ബി ഇക്വൽ ടു കെ ബി ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ M2 ഇൻറ്റു W1. കണ്ടോ, രണ്ട് ഇക്വേഷനും സെയിം ആണ്. ആ ഒരു ഒരെണ്ണത്തിൽ ബോയിലിംഗ് പോയിന്റ്, മറ്റേതിൽ ഫ്രീസിംഗ് പോയിന്റ്, ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി കെ ബിയുടെ യൂണിറ്റും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കെ ബിക്കും കെ എഫിനും ഒരേ യൂണിറ്റ് ആണ് കേട്ടോ. കെൽവിൻ, കിലോഗ്രാം പെർ മോൾ, രണ്ടിനും സെയിം യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മോളാർ മാസ് കണക്കാക്കുക എന്ന് പഠിച്ചു. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? റിലേറ്റീവ് ലോവറിംഗ് പഠിച്ചു, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് പഠിച്ചു, എലിവേഷന് ബോയിലിംഗ് പോയിന്റ് പഠിച്ചു. ഇത് 3 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് M2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കെ ബി ഡെൽറ്റ ടി ബി ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർത്ത് വണ്ണാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫ്രം പ്യുവർ സോൾവെന്റ് ടു ദ സൊല്യൂഷൻ. അതായത് സോൾവെന്റ് മോളിക്യൂൾസ് ആണ് ഓസ്മോസിസിന്റെ സമയത്ത് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് ഏത് പാർട്ടിക്കിളും മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ മൂവ് ചെയ്യുന്നത് ആരാണ്? സോൾവെന്റ് ആണ്. അപ്പൊ സോൾവെന്റ് എവിടെയാണോ കൂടുതൽ, അവിടെ നിന്നും സോൾവെന്റ് കുറവുള്ള സ്ഥലത്തേക്കാണ് മൂവ്മെന്റ് നടക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്യുവർ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെന്റ് മോളിക്യൂൾസ് അധികമായിരിക്കും. സൊല്യൂഷനിൽ സൊല്യൂട്ടും ഉണ്ടാവും, സോൾവെന്റും ഉണ്ടാവും. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസ് കൂടുതലുള്ള പ്യുവർ സോൾവെന്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് ആര് മൂവ് ചെയ്യുന്നു? സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഒരു ഡൈലൂട്ട് സൊല്യൂഷനും ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ഇതേപോലെ ഒരു മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. അപ്പൊ എപ്പോഴും എവിടുന്നാണ് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുക? ഡൈലൂട്ട് സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേറ്റഡിലേക്ക് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും സോൾവെന്റിന്റെ മൂവ്മെന്റ് ആണ് പറയുന്നത് എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനിൽ നിന്നും കൂടിയിടത്തേക്കാണ് സോൾവെന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഓസ്മോസിസ് വഴി സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രഷർ കൊടുത്താൽ പറ്റും. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ മനസ്സിലാക്കിയിരിക്കാം. ഇറ്റ് ഈസ് ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ സൊല്യൂഷൻ ടു പ്രിവെന്റ് ഓസ്മോസിസ്. സൊല്യൂഷനിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രഷർ കൊടുക്കുന്നത്? ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കാം. അപ്പൊ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രഷറാണ്. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കൂ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഡോട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലുണ്ട്, ഇവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറവേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരുടെ മൂവ്മെന്റ് ആണ് നോക്കേണ്ടത്? ഇവിടെ വാട്ടർ ആണ് സോൾവെന്റ്, അപ്പൊ വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് നോക്കേണ്ടത്. അപ്പൊ കമ്പാരിറ്റീവ്ലി എവിടെയാണ് ആ ഒരു റേഷ്യോയില് വെള്ളം കൂടുതൽ ഉണ്ടാവുക? അതാ ലെസ് സൊല്യൂട്ട് ഉള്ളിടത്താണ് വെള്ളം കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഹൈ വാട്ടറിൽ നിന്നും ലോ വാട്ടറിലേക്ക് കണ്ടോ, കൂടുതലുള്ളിടത്തു നിന്നും കുറവുള്ളിടത്തേക്ക് ഈ മെംബ്രെയിനിൽ കൂടെ വെള്ളം മൂവ് ചെയ്യുന്നു. കണ്ടോ, സോൾവെന്റ് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കാം. ഓസ്മോട്ടിക് പ്രഷറിന്റെ ആ ഒരു സിമ്പിൾ ആണ് നമ്മൾ പൈ എന്ന് പറയുന്നത് കേട്ടോ, പൈ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു CRT. ഇക്വേഷൻ പഠിച്ചു വെക്കുക. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൊളാരിറ്റിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റിയിലാണ്. നേരത്തെ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൊക്കെ നമ്മൾ മൊളാലിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എം. അപ്പൊ ഇവിടെ നമ്മൾ മൊളാരിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഏതാണ്? മൊളാരിറ്റി ആണ്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ കേട്ടോ, മൊളാരിറ്റി. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും എന്തിന്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്? മൊളാരിറ്റി കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൊളാരിറ്റിയുടെ ഇക്വേഷൻ വന്നു ഇവിടെ. സിക്ക് പകരം N2/V എന്ന് പറഞ്ഞു. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം കണ്ടോ. പിന്നെ വീണ്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന്റെ ഇക്വേഷൻ വന്നു, W2/M2. ഓക്കെ, ഇതൊക്കെ ആ ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോയില് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ പൈ എന്ന് പറയുന്നത് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു CRT, അഗൈൻ N2RT/V, വീണ്ടും W2RT/M2 T. ഓക്കെ, അപ്പം ഏതാണോ നമ്മളിപ്പോ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്തൊക്കെ ടേംസ് ആണോ തന്നിട്ടുള്ളത് അതനുസരിച്ച് ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും യൂസ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണക്കാക്കാനുള്ള ഇക്വേഷൻസ് എല്ലാം പഠിച്ചു. ഇനി ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിൽ, അതായത് അവസാനം നമ്മൾ കണ്ട മെത്തേഡിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഈ ഒരു മെത്തേഡ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. റൂം ടെമ്പറേച്ചർ മതി. ഓക്കെ, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. പിന്നെ പറയുന്നത് മൊളാരിറ്റി ആണ് നമ്മളിവിടെ കോൺസെൻട്രേഷൻ ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൊളാലിറ്റി അല്ല, മൊളാരിറ്റി ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രോട്ടീൻസ്, പോളിമേഴ്സ് പോലെയുള്ള ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇവരുടെ മോളാർ മാസ്
കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെയും എല്ലാം മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. കാരണം റൂം ടെമ്പറേച്ചർ ആണ്, അപ്പൊ അവർ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ. പിന്നെ പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ ഡൈലൂട്ട് സൊല്യൂഷനിൽ പോലും ലാർജർ വാല്യൂസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിനുള്ളത്. റൂം ടെമ്പറേച്ചർ, മൊളാരിറ്റി, പിന്നെ മാക്രോമോളിക്യൂൾസ്, പിന്നെ അതിന്റെ വാല്യൂ ഡൈലൂട്ട് സൊല്യൂഷനിൽ പോലും വളരെ വലുതായിരിക്കും. ഓക്കെ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. നമുക്കിനി 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഒന്ന് നോക്കാം. ഐസോടോണിക്, ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക്. ഐസോടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐസോടോണിക് സൊല്യൂഷനിൽ നമ്മളൊരു സെല്ല് ഇടുകയാണെങ്കിൽ ആ സെല്ലിന് നോ ചേഞ്ച് ആയിരിക്കും. ആ സെല്ലിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോവേ അല്ലെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം അതൊരു ഐസോടോണിക് സൊല്യൂഷൻ ആണ്. അപ്പൊ അതിന് നോ ചേഞ്ച് ആയിരിക്കും. ഇനി നമ്മളൊരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ നോക്കാം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുതൽ. കണ്ടോ, ഇവിടെ നോക്കൂ, കോൺസെൻട്രേഷൻ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ എന്താണ്, വെള്ളത്തിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സെല്ലിനേക്കാളും പുറത്ത് വെള്ളം കുറവാണ്. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകും, സെല്ല് ഷ്രിങ്ക് ചെയ്യും. അപ്പോ പോയിന്റ് ഓർത്ത് വെക്കുക, ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഇട്ടാല് സെല്ല് ഷ്രിങ്ക് ചെയ്യുന്നു. നമ്മളിപ്പോ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതേപോലെ അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകും. കാരണം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് അത് ഇടുന്നത്. കേട്ടോ. ഇനി നമ്മൾ ഹൈപ്പോടോണിക് നോക്കാം. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറവ്. കോൺസെൻട്രേഷൻ കുറവ് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ. അപ്പോ വെള്ളം കൂടുതലുള്ളിടത്തേക്ക് നമ്മൾ ഒരു സെല്ല് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. കാരണം സെല്ലിനകത്താണ് കമ്പാരിറ്റീവ്ലി വെള്ളം കുറവ്, പുറത്ത് കൂടുതലാണ്. അപ്പൊ അകത്തേക്ക് കയറും, സെല്ല് സ്വെല്ല് ചെയ്യും, വീർക്കും. അപ്പൊ ഹൈപ്പോടോണിക്കിലാണെങ്കിൽ അത് വീർക്കും. അപ്പൊ നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിടാം, അല്ലെങ്കിൽ കടലയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ച് വലുതായിട്ടുണ്ടോ അല്ലെങ്കിൽ വീർത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ വെള്ളം അതിൻ്റെ അകത്തേക്ക് കയറും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നമ്മൾ ഇത്ര ഓർത്ത് വെക്കുക. ഹൈപ്പോടോണിക് ആണെങ്കിൽ സ്വെല്ല് ചെയ്യും, ഹൈപ്പർടോണിക് ആണെങ്കിൽ ഷ്രിങ്ക് ചെയ്യും. ഓക്കെ. ഐസോടോണിക് ആണെങ്കിൽ നോ ചേഞ്ച്. ഇനി നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് പഠിക്കാം. ഈ ഓസ്മോസിന്റെ ഒരു അപ്ലിക്കേഷനിലായിട്ട് വരുന്നതാണ് ഈ ഒരു റിവേഴ്സ് ഓസ്മോസിസ് വഴി നമ്മൾ ഡീസലനേഷൻ ഓഫ് സീ വാട്ടർ ചെയ്യാന്നുള്ളത്. ഓക്കെ. അതായത് ഓസ്മോസിന്റെ നേരെ വിപരീതം റിവേഴ്സ് ആണ്. അതായത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? സോൾവെന്റ് കൂടുതൽ ഉള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് പോകുന്നു, അതല്ലേ? ഇവിടെ നേരെ തിരിച്ച്, എവിടെയാണോ സോൾവെന്റ് കുറവ് അവിടെ നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഡീസലനേഷൻ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സീ വാട്ടർ എടുക്കാം. സീ വാട്ടറിൽ നമുക്ക് ഉപ്പ് കളയണം, സലൈൻ കളയണം, അതാണ് ഡീസലനേഷൻ. ഉപ്പ് കളഞ്ഞിട്ട് ഫ്രഷ് വാട്ടർ മാത്രമായിട്ട് കിട്ടണം. ഓക്കെ. അപ്പൊ ഇവിടെ ദാ സീ വാട്ടർ ഉണ്ട്, ഇവിടെ ഫ്രഷ് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു മെംബ്രെയിനും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സീ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ സോൾട്ടുകളൊക്കെ ഉണ്ടാവും. അതാണ് ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചത്. ഇമ്പ്യൂരിറ്റീസും സോൾട്ടുകളും ഒക്കെ ഉണ്ടാവും. ഇതിൽ നിന്ന് വെള്ളം മാത്രം നമ്മൾക്ക് ഇങ്ങോട്ട് എടുക്കണം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്താ പഠിച്ചേ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് വെള്ളം മൂവ് ചെയ്യുള്ളൂ. കാരണം ഇവിടെയാണ് വെള്ളത്തിന്റെ അംശം കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? വെള്ളം ഇങ്ങോട്ട് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കും. ഈ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ലാർജർ ആയിരിക്കണം. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ ഈ ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുന്ന് വാട്ടർ ഇപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യും. അതായത് ഓസ്മോസിന്റെ വിപരീതമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കണം? ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലുള്ള ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓസ്മോസിന്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആകുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രക്രിയ ഉപയോഗിച്ചിട്ട് നമുക്ക് സീ വാട്ടറിൽ നിന്നും ഫ്രഷ് വാട്ടർ എടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഡീസലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീസലനേഷനിൽ അവിടെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫിനോമിനൻ എന്ന് ചോദിച്ചാൽ എന്താണ്? റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ. അത് പഠിച്ചു വെക്കാം.
ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും പിന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്കിനി പഠിക്കണം. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്ത് നോക്കണം. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കാം. ഇതേപോലത്തെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.